ജയിച്ചതിന് ശേഷം തൃശ്ശൂർ ഞാനിങ്ങ് എടുത്തു. തൃശ്ശൂർ എൻ്റെ തലയിലേക്ക് ഞാനിങ്ങനെ അങ്ങ് വെച്ചു. ഇനി എൻ്റെ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് 2, 3, 4 മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പ്രസ്താവനയിൽ പറയുന്നത്, ഉന്നത കുലജാതന്മാർ വേണം, അവരുണ്ടെങ്കിലേ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അവർ സംസാരിച്ചെങ്കിലേ അവരുടെ ഉന്നമനം സാധ്യമാവുകയുള്ളൂ. ബ്രാഹ്മണരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ പിന്നീട് നമ്മൾ കണ്ടത്. എല്ലാം കഴിഞ്ഞ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എന്തിലാണ്? പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കാൻ പഠിക്കണം, കാരണം ഇത് പ്രജകളുടെ രാജ്യമാണ്. ഇന്ന് ഈ ഒരു പ്രസംഗത്തിൽ അയാൾ പറയുന്നത്, പൂച്ചാണ്ടികളെ കാണിച്ചുകൊണ്ട് എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കരുത്. പ്രജകളെന്ന് പറഞ്ഞാൽ പ്രജാതന്ത്രം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി